എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എന്തിനാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെറിയ പൈസയ്ക്കാണെങ്കിലും നമ്മൾ ചെറിയ ജോലിയുള്ളവർ അങ്ങനെയുള്ളവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതിന് നമ്മുടെ മൈൻഡാണ് നമ്മൾ റെഡിയാക്കേണ്ടത് എന്നുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാനും അതാണ് ഇതിൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം. നമ്മുടെ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ശതമാനം, ജസ്റ്റ് വലിയ എമൗണ്ടല്ല പ്രതീക്ഷിക്കുന്നത്, ജസ്റ്റ് പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജാണ് നമുക്ക് കിട്ടുന്ന ലാഭം എന്നുള്ളത് ആണ് നോക്കുന്നത്. കാരണം ചെറിയ സാധാരണക്കാർക്ക് വേണ്ടി ഉള്ളൊരിതാണ്. അപ്പോൾ എന്തായാലും വലിയ എമൗണ്ട് നമുക്ക് പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു എമൗണ്ട് വെച്ച്, എത്രയാണെന്ന് വെച്ചാൽ ആർക്ക് എത്ര, അതാ ഓരോരുത്തരുടെ ഇഷ്ടം. 1000 മാറ്റി വയ്ക്കാനും 2000 മാറ്റി വയ്ക്കാനും. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1500 എന്നുള്ളൊരു ഇതിലാണ്. 1500 സംബന്ധിച്ചൊരു മാസം 1500. ഇപ്പോൾ ചെറിയ പണി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു മാസം 1500 എന്തായാലും മാറ്റി വയ്ക്കാൻ പറ്റും. കൂലിപ്പണിക്ക് പോകുന്നവരും അങ്ങനെയാണെങ്കിൽ കൂടി തന്നെ ഡെയിലി വേജസിന് പോകുന്നവർക്കും 1500 ഒരു മാസം മാറ്റി വയ്ക്കാൻ എന്തായാലും പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ പണിയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്ക് വാങ്ങാനും സ്റ്റോക്ക് വിൽക്കാനും പെർസെൻറ്റേജ് മാത്രമാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഇത് സ്റ്റോക്ക് വാങ്ങണം, ഇങ്ങനെ ചെയ്യണം എന്നല്ല. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഓരോ വാങ്ങിയ സ്റ്റോക്കുകളും അങ്ങനെ അതിങ്ങനെ ജസ്റ്റ് കാണിക്കും. അതൊന്നും വാങ്ങാനൊന്നുമല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നൊന്നുമല്ല. പക്ഷെ പഠിച്ച് ചെയ്യുന്നത് നല്ലതാണ്. സെർച്ചൊക്കെ ചെയ്ത് ചെയ്യുന്നതാണ്. അത്യാവശ്യം അറിയുന്ന ഇത് വെച്ച് അങ്ങ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് ബാക്കി എല്ലാ രാജ്യത്തും കൂടുതലും പെർസെൻറ്റേജ് ആൾക്കാർ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഒരു സ്റ്റോക്ക് വാങ്ങി വയ്ക്കുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ട്രേഡിങ് അങ്ങനത്തെ പരിപാടികളല്ല ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ ട്രേഡിങ് നോർമൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ പേര് എല്ലായിടത്തും ഇപ്പോൾ 90% ആൾക്കാരും ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് എല്ലാ നാട്ടിലും തന്നെ. 100 പേരെടുത്ത് കഴിഞ്ഞാൽ 90 ആൾക്കാരും, 90 എല്ലാ നാട്ടിലും തന്നെ 95-99 ആൾക്കാരും തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ തിരിച്ചാണത്. 100 പേരെടുത്ത ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള സംഭവമാണെന്നാണ് ന്യൂസുകളിൽ നിന്നൊക്കെ കേട്ടേക്കണേ. അപ്പോൾ അങ്ങനെ ഒരിത് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. കാരണം ഇത് ഈസിയാണെന്നുള്ളൊരിത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇൻട്രാഡേ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടത്തിൽ വരും. അപ്പോൾ അത് നഷ്ടത്തിന് വരുന്നവരാണ് പിന്നെ പോയിട്ടിങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര പ്രശ്നമാണ്, നഷ്ടമാണ്, അങ്ങനെയൊക്കെ പൈസ പോകുമെന്നൊക്കെ പറയുന്നത്. ഇതങ്ങനെ പൈസ പോകുന്നില്ല എന്ന് കാണിക്കാനുള്ളതാണ്. ക്ഷമ വെച്ചാൽ മതി, നമ്മുടെ മൈൻഡിന് ക്ഷമ വെച്ചാൽ മതി. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു എമൗണ്ട് മാത്രം ഇടുക, ചെറിയ എമൗണ്ട്. അങ്ങനെ വരുമ്പോഴത്തേനും പിന്നെ അതിട്ട് എപ്പോഴും നോക്കാനും പോകണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ എമൗണ്ട് പോയാലും കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആകുമ്പോഴത്തേനും നമുക്ക് പ്രശ്നമില്ല. അത് ചെറിയ എമൗണ്ട് ആണല്ലോ, അത് ഇടുക. അത് ഫ്യൂച്ചറിൽ നല്ല എമൗണ്ട് തന്നെയാവും. ഫ്യൂച്ചറിൽ നല്ല നമ്മൾ ഇടയ്ക്ക് ഒരുപാട് നഷ്ടം അല്ല, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞു എപ്പോൾ വേണേലും അതാവാം. അപ്പോൾ എന്തായാലും അത് ഒരു ഉള്ള എമൗണ്ട് അങ്ങ് ഇടുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ 1500 എന്നാണ് ഞാൻ ഇടുന്നത് ഓരോ മാസം. അത് കുറേ നാൾ ചിലപ്പോൾ 10,000 ഇടുന്നത് 10,000 ഇടുക, 20,000 ഇടുന്നത് 20,000, 50,000, 1,00,000 എത്ര വേണേലും ഇടാം. ജസ്റ്റ് കാണിക്കുക, അത്രേ ഉള്ളൂ. അത്ര ഒരിത് ഒരു കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഈ യൂട്യൂബ് ചാനലിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് വീഡിയോ ചെയ്യുക, അതായിരിക്കും നല്ലത്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നെ എല്ലായിടത്തും കാണിക്കാൻ ഓർത്തിരും സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് ആവാറായി. അപ്പോൾ ഈ വീഡിയോ മാത്രമായിട്ട് ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് സെപ്റ്റംബർ 1. ഞാൻ സെപ്റ്റംബർ 1 എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസമായി. ഞാൻ ജൂലൈ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഉണ്ടോ, ജൂലൈ 1 മുതൽ
2 മുതൽ. അപ്പോൾ ഓക്കെ എന്നാൽ അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ അടുത്തേക്ക് ഇടാം. ഓക്കെ.